ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ ചിലപ്പോൾ സ്ട്രൈക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? സോ എന്നെ സംബന്ധിച്ച് സ്ട്രൈക്ക് ഒക്കെ പറയുന്നത് ഭയങ്കര വേഴ്സ്റ്റ് സ്പേസ് ഇൻ എനി ഇൻഡസ്ട്രി. പ്രശ്നങ്ങളുടെ പരിഹാരങ്ങൾ കണ്ടെത്തുക, അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഡെഡാക്കിയിട്ടുള്ള ഒരു കാര്യത്തിനും നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഞാൻ ആകെ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനമ്മേനെ നോക്കുന്നത് ഈ ജോലി ചെയ്തിട്ടാണ്. അതില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ആൻഡ് ഐ ഫീൽ അങ്ങനത്തെ ഒരു പ്രവണത ലൈക്ക് ഒരു ഇൻഡസ്ട്രി കേരളത്തിൽ എവിടെ ഉണ്ടാകാൻ പറ്റില്ല. സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ അത് ഒരു കാലത്ത് ഇൻട്രസ്റ്റിംഗ് മോഡലായിരുന്നു. ദീസ് ഡേയ്സ് ഇറ്റ്സ് നോട്ട് ഫെയർ ഓൾസോ. ബിക്കോസ് നമുക്ക് എന്തോ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് വേറെ ആരും വർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല. ബിക്കോസ് ഈ ഒരു സിനിമ ചെയ്യുമ്പോൾ എത്രയോ കുടുംബങ്ങൾ ഇതിൽ ജീവിച്ചു പോകുന്നുണ്ട്. അതും താരങ്ങളുടെ അവിടെ ഇരിക്കട്ടെ, അത് വാട്ട് എവർ ഇറ്റ് ഈസ്. ഡെയിലി വേജസ് ബാറ്റ മേടിച്ച് ജീവിക്കുന്ന ഒരുപാട് വലിയ കമ്മ്യൂണിറ്റി. ഒരു പടം ചെയ്യുമ്പോൾ എൻ്റെ ലൊക്കേഷനിൽ മാർക്കൂല് വന്ന് പീക്ക് ഓഫ് ദ ഷൂട്ട് 342 ആൾക്കാരുണ്ടായിരുന്നു വൺ ഡേ. ജൂനിയർ ആർട്ടിസ്റ്റും ഉണ്ടായിരുന്നു. അവരെ എൻ്റെ സിനിമ വിജയിക്കുന്നത് പ്രാർത്ഥിച്ചിട്ടുണ്ട് മാർക്കോ. ബിക്കോസ് നമ്മൾ ഓരോ ദിവസം നോക്കുമ്പോൾ ടെൻഷൻ അടിച്ച് ബജറ്റ് കൂടുന്ന ടെൻഷൻ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. സർട്ടിഫൈഡ് ആണ് എന്ത് ചെയ്യും പറയുമ്പോൾ സ്ട്രെസ്സായി. ഈ സിനിമയെ സംബന്ധിച്ച് ഓരോ ദിവസം ഇങ്ങനെ ചെറിയ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈ സിനിമ ഇങ്ങനത്തെ ഓരോ സിനിമകൾ തുടങ്ങുമ്പോഴേ എസ്പെഷ്യലി ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, അതേപോലെ തന്നെ ഡ്രൈവേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇവർക്കൊക്കെ സ്ട്രെസ്സാണ്. അത് കംപ്ലീറ്റ്ലി ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിൽ എനിക്ക് യോജിപ്പുണ്ട്.